ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഏതാണ്ട് ഒരു അരമണിക്കൂറിന് മുമ്പാണ്, അതിനും ഏതാണ്ട് ഒരു മണിക്കൂറിന് മുമ്പ് എടുത്തൊരു വീഡിയോ. അതായത് നമ്മുടെ അനശ്വര രാജൻ, നമ്മുടെ അഹാന കൃഷ്ണ, ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോ, അവരുടെ പ്രൊമോഷന് പോകാത്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്തത്. ആ വീഡിയോയ്ക്കകത്ത് തന്നെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇതിനകത്ത് നമുക്കറിയുന്നത് ഈ സംവിധായകൻ പറയുന്നതും അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം ഇവ ഈ പറയാത്ത അഹാനയോ അനശ്വരയോ പറയാത്തിടത്തോളം കാലം നമുക്ക് ആർക്കും മനസ്സിലാവത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞ് നിർത്തുന്ന ആ സമയത്ത് തന്നെ ഏതാണ്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറിൽ 55 മിനിറ്റോളം ആവുന്നു. ദിബു എന്ന് പറയുന്ന അദ്ദേഹം ഈ നിമിഷം മുതൽ ശൂന്യാകാശത്ത് പറന്ന് നടക്കും എന്ന് ഉറപ്പാണ്. കൂടാതെ അമ്മയ്ക്കും മറ്റുള്ള ഇതിന് കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ആൾക്കാർക്കെതിരെ നടപടിയും സ്വീകരിക്കുന്നുണ്ട്. ഒന്നൊന്നായിട്ട് നോക്കാം. അനശ്വര രാജ ഇട്ട പോസ്റ്റ് നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് ഈ കുറിപ്പ് എഴുതേണ്ടി വരുന്നത്. സ്വാഭാവികമാണല്ലോ. ഞാനും ചിന്തിച്ചു, ഇത്രയും ദിവസമായിട്ട് ഈ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പുള്ളിക്കാരത്തി മിണ്ടാതിരിക്കുകയാണല്ലോ, മൗനമായിട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ പിന്നെ പുള്ളിക്കാരത്തിയുടെ ഭാഗത്ത് തെറ്റ് കാണും എന്നാണ് ഞാനും വിചാരിച്ചത് ഈ നിമിഷം വരെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ പല മാധ്യമങ്ങളിലും ഞാൻ പ്രമോഷന് സഹകരിക്കില്ല എന്ന് ഇന്റർവ്യൂകൾ നൽകി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട്. സത്യമാണ്, നിങ്ങൾ ഞാനും അടക്കം കേട്ടതാണ്. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചുലർ എന്ന ചിത്രം 2024 ഓഗസ്റ്റിൽ റിലീസ് പ്ലാൻ ചെയ്തതാണ്. 2024 ഇറങ്ങുമെന്ന് പ്രതീക്ഷയാണ്. ഇറങ്ങിയിട്ടില്ല കേട്ടോ. ആദ്യം തന്നെ കൃത്യമായി കാശെണ്ണി പറഞ്ഞ് ഇനി അദ്ദേഹം പറഞ്ഞൊരു വാക്കിനെ കോട്ട് ചെയ്ത് കൃത്യമായി കാശെണ്ണി പറഞ്ഞ് ചോദിച്ച് വാങ്ങിയിട്ടാണ് പലപ്പോഴും ഞാൻ ഷൂട്ടിന് പോലും വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ പരാമർശത്തെക്കുറിച്ച് ആണ് ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് പൈസയെല്ലാം ചോദിച്ച് വാങ്ങിച്ചതിന് ശേഷവും പ്രൊമോഷൻ വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് പുള്ളിയുടെ മറുപടി ഇതാണ്. സിനിമയുടെ ഷൂട്ട് സമയത്ത് പേയ്മെന്റ് ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡ്യൂസർ പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് ഇടാതെ റൂമിൽ നിന്നും ഇറങ്ങണ്ട എന്ന് ശ്രീ ദീപു പറഞ്ഞപ്പോൾ ഷൂട്ട് നിർത്തിവെക്കേണ്ട ഓരോ അവസ്ഥയിലും ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് മുൻകൈ എടുത്ത് ഇറങ്ങിയ എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യും വിധം ശ്രീ ദീപുവിൻ്റെ കാശണ്ടി കൊടുത്തിട്ടാണ് എന്ന അത്രയും മോശമായ പരാമർശം അദ്ദേഹത്തെ പോലെ ഒരു സിനിമ തൊഴിലാക്കിയ എന്നെ പ്രൊഫഷണലി എന്നതിനപ്പുറം ഇമോഷണലി ഏറെ വിഷമിപ്പിച്ചു. എൻ്റെ പൊന്ന് ദീപുവണ്ണ, നിങ്ങൾ എന്ത് തെണ്ടിത്തരോ കാണിച്ചത്. ആക്ച്വലി പുള്ളിക്കാരത്തിയോട് ഇയാൾ തന്നെ പറയുകയാണ്, അതായത് നിങ്ങൾ ഈ പൈസ എന്തായിരുന്നാലും കൊടുക്കാതെ, ഇതിന് മറുവശം വരും കേട്ടോ. ഇനിയിപ്പോൾ അയാളുടെ വശവും ഇനി ചിലപ്പം അയാളും വരും, ഉറപ്പായിട്ടും വരും. ഇത് ഒരു പ്രൊമോഷൻ്റെ ഭാഗമൊന്നുമല്ല, ഇത് വളരെ സംഭവം കൈവിട്ട് പോയ കളിയാണ്. അപ്പം ആ പുള്ളിക്കാരൻ പറഞ്ഞത് അത് പൈസ അക്കൗണ്ടിലേക്ക് ഇടാതെ ഒന്നും ഷൂട്ടിന് ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞു എന്ന് ഈ പുള്ളി തന്നെ പറഞ്ഞു. അതേ പുള്ളിക്കാരനാണ് ഈ പുള്ളിക്കാരത്തിക്കെതിരെ വന്നേക്കുന്നത്. ഓക്കെ, ഏറെ വിഷമിപ്പിച്ചു. ക്യാരക്ടർ, പോസ്റ്റർ, ട്രെയിലർ എന്നിവ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിനെ ഫാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഏതോ ഒരു പേജ് എന്ന ധാരണ പടർത്തുകയും ഏതൊരു പേജിനെ കുറിച്ച് പടത്തിലെ പ്രധാന അഭിനേതാവും സംവിധായകനും കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും ഞാൻ പ്രൊമോഷന് വരാൻ തയ്യാറായില്ല എന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. എന്നാൽ റിലീസ് തീയതിക്ക് തൊട്ട് മുൻപേ സിനിമയുടെ ഭാഗമായി ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഓൺലൈനിൽ ഈ സിനിമയുടേതായ ഒരേ ഒരു പ്രൊമോഷൻ ഇന്റർവ്യൂ എൻ്റേത് മാത്രമാണ്. എന്തുവാടേ ആ കുട്ടി പ്രൊമോഷൻ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ പുള്ളിക്കാരത്തി ഇത്രയൊക്കെ ചെയ്തിട്ടാണോ ആ പുള്ളിക്കാരത്തി ഇരുന്ന് കൊച്ചി വന്നിരുന്നുണ്ട് പച്ചയ്ക്ക് വന്നിരുന്ന അപരാധം പറഞ്ഞത്? എന്തോന്നത്? ഓക്കെ, മാത്രമല്ല ശേഷം ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും അപ്ഡേറ്റ്സ് ഞങ്ങൾക്ക് വന്നിട്ടില്ല. ആ അണ്ണം കൊള്ളാമല്ലോ. ആ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിൽ അപ്ഡേറ്റ്സും ആ കുട്ടിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ പിന്നെ ആ കുട്ടി എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്തു തരേണ്ടത്? റിലീസിന് 2 ദിവസം മുമ്പ് ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ റിലീസ് മാറ്റിവെച്ചു എന്നും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റിലീസ് ഉണ്ടാവില്ല എന്നും അറിയിച്ചു. അതും അങ്ങോട്ട് വിളിച്ചപ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞത്. അതായത് സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു, തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷവും അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നു എപ്പോഴാണ് റിലീസ്, എന്താ ചെയ്തു തരേണ്ടതെന്ന്. ആ കുട്ടി അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു. അതിനുശേഷം ഒരിക്കൽ പോലും ഈ ചിത്രം റിലീസാകാൻ പോകുന്നു എന്ന ഔദ്യോഗികമായ സ്ഥിരീകരണമോ എന്നെ അറിയിക്കുകയോ ഉണ്ടായിട്ടില്ല. ആഹാ, അതും കൊള്ളാം. എന്നാൽ പൊടുന്നനെ ചാനൽ പ്രത്യക്ഷപ്പെട്ട് എന്നെയും എൻ്റെ അമ്മ, മാനേജർ തുടങ്ങിയവരെ ആക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശ്രീ ദീപു പറയുന്നത്. ഇതിനെതിരെ നല്ല ശക്തമായ നിയമ നടപടി എടുക്കും. എനിക്ക് തോന്നുന്ന പരിപാടി ഞാൻ പറയട്ടെ. ഈ ദീപു അണ്ണൻ വിചാരിച്ച് വെച്ചേക്കുന്നത് നൈസായിട്ട് അനശ്വര ഇപ്പം നല്ല ഫെയിമിൽ ടോപ്പിൽ നിൽക്കുകയാണ്. അനശ്വരയ്ക്കെതിരെ ഒരു സാധനം കൂരമ്പ് പോലെ ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഇത് വിവാദമാവും. അനശ്വര മറുപടി പറയും. മൊത്തത്തിൽ ആൾക്കാർ ഈ പേരറിയും. സിനിമ പിന്നെ ഇറങ്ങുന്ന സമയത്ത് സിനിമ വിജയിക്കുമെന്നാണ്. മലയാളികളല്ലേ അണ്ണ, നമ്മൾ അരിയാഹാരം കഴിക്കുന്നവരല്ലേ അണ്ണ ഈ തിണ്ണമെടുക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഈ ആൾക്കാർ വന്നിരുന്ന് അതിനുള്ള എല്ലാം ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? പറഞ്ഞത് എന്ന് ആണെന്ന് ഇന്ന് പോലും എനിക്കറിയില്ലാത്ത ഒരു ചിത്രത്തിൻ്റെ പ്രൊമോഷനെ ചൊല്ലിൽ അനാവശ്യ വിവാദങ്ങൾ ഉന്നയിക്കുന്ന സംവിധായകൻ.
ഈ നിമിഷം വരെ എന്ത് സിനിമ ഇറങ്ങും എന്നുള്ള കാര്യം പോലും ആ കുട്ടിയോട് പറയുന്നിട്ടില്ല. കൊള്ളാം, നല്ല സംവിധായകൻ. അത് ഇതേ സിനിമയ്ക്ക് വേണ്ടി യാതൊരുവിധ പ്രൊമോഷനോ ഇന്റർവ്യൂ കൊടുക്കാതെ ഈ അവസരത്തിൽ എൻ്റെ കരിയറിനെ മോശമായി ബാധിക്കണമെന്ന ദുരുദ്ദേശത്തോടെ സത്യമാണ്. അത് കേട്ടാൽ ഇപ്പം ഈ ഒരു കാര്യം എല്ലാം പുറത്ത് അനശ്വര ആ സംയമനം വിട്ട് പുറത്ത് കാര്യങ്ങളെല്ലാം സൈലൻസിൽ നിന്നും പുറത്തു വന്ന് ഈ കാര്യം പറയുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്കടക്കം കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അങ്ങനെ ആ കരിയറിനെ മോശമായി ബാധിക്കാൻ തന്നെയാണ് ഈ പുള്ളി ഇതിപ്പം ഇൻറ്റൻഷനലി തന്നെയാണ് ചെയ്തേക്കുന്നത്. ദുരുദ്ദേശത്തോടെ തന്നെ കൊടുത്താണ് ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിപ്പോർട്ടർ ചാനലിൽ ശ്രീ ദീപു കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ചില അഭിനേതാക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നും എന്നാൽ ആ സംഭവങ്ങളും പേരുകളും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അത് സിനിമയെയും വ്യക്തിപരമായും ഗുണം ചെയ്യില്ല എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ പേര് മാത്രം വലിച്ചു വയ്ക്കുന്നത് വഴി വ്യക്തിപരമായും സിനിമയും ഗുണം ചെയ്യും എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇത് സത്യമാണ്. അയാൾ ഇതിനകത്ത് ഇപ്പം ഒരു ആക്ട്രസ് മാത്രമാണ് ഈ പുള്ളിക്കാരി. അതല്ലാതെ മെയിൽ ആക്ടേഴ്സ് ആരും ഇല്ലേ? അവരുടെ പേരുകളൊന്നും പറയാനില്ലേ? ഓൺലി വൺ നെയിം, ദാറ്റ് ഇസ് അനശ്വര രാജൻ. അനശ്വര രാജൻ്റെ പേര് മാത്രമേ പുള്ളി എങ്ങും പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ആ ഒരൊറ്റ കാരണത്താൽ ആ പുള്ളിക്കാരത്തെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തില്ല. അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. അതൊന്നും ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രൊഫൈൽ ഇടണോ വേണ്ടെന്ന് അവർ തീരുമാനം. പക്ഷേ അവരും പറഞ്ഞു എല്ലാ സ്ഥലങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ മനഃപൂർവ്വമായിട്ട് പേര് ദോഷം വാങ്ങിക്കൊടുക്കാനും അതിൻ്റെ കരിയറിനെ മനഃപൂർവ്വമായി നശിപ്പിക്കാനും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പരിപാടിയായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇപ്പോൾ പെട്ടെന്ന് ആര് കേട്ടാലും വിശ്വസിക്കുന്ന രീതിയിലാണ് അയാളെന്ന് ചാനലിൽ കൂടെ സംസാരിച്ച് വളരെ സംയമനത്തോടുകൂടി ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഷൂട്ട് സമയത്ത് പേയ്മെൻറ്റ് കിട്ടാതെ ക്യാരവനിൽ നിന്ന് പുറത്തിറങ്ങാത്ത, കൃത്യസമയത്ത് ഷൂട്ടിനെത്തി സഹകരിക്കാത്ത ദുരനുഭവങ്ങൾ മറ്റ് അഭിനേതാക്കളിൽ നിന്നും നടന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ പേരുകൾ ഒഴിവാക്കി കേവലം ഇൻസ്റ്റഗ്രാമിൽ മ്യൂസിക് പോസ്റ്റർ ഷെയർ ചെയ്തില്ല എന്ന് വിമർശിച്ച് എൻ്റെ പേര് മാത്രം പരസ്യമായി പറയുകയും മേൽപ്പറഞ്ഞ അഭിനേതാക്കളുടെ പേരുകൾ പറയാതെ താരതമ്യേന പുതുമുഖവും പെൺകുട്ടിയുമായ എൻ്റെ പേര് പറഞ്ഞതിലൂടെ ഞാൻ പ്രതികരിക്കില്ല എന്ന മനോഭാവമാവാം. എന്തരണ്ണാ, എന്ത് വൃത്തികേടാണ് താൻ കാണിച്ചിരിക്കുന്നത്? അവിടെ വേറെയും അഭിനേതാക്കളും അതിന് നടന്മാരും ഉണ്ട്. അവർക്കൊക്കെ പ്രശ്നങ്ങൾ, അവരെല്ലാവരും ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെ ബാധിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ദീപു അണ്ണൻ ഈ കാണിച്ച പരിപാടി ഉണ്ടല്ലോ, ദീപു കരുണാകര കാണിച്ചിരിക്കേണ്ട തെണ്ടിത്തരോ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒരു സംശയമില്ല. ഒരു സ്ത്രീ എന്ന വിക്ടിം കാർഡ് ഉപയോഗിക്കാൻ ഞാൻ ഇവിടെ താല്പര്യപ്പെടുന്നില്ല. ഞാൻ അംഗമായ അമ്മ അസോസിയേഷനിൽ പരാതിക്കത്തിന് നൽകിയിട്ടുണ്ട്. വെരി ഗുഡ്. അമ്മയിൽ ഇത് കൊടുത്തിട്ടുണ്ട്, കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ഇനിയും ഈ വിഷയം മുന്നോട്ട് പോയി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ശ്രീ ദീപു ഉന്നയിച്ചാൽ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തെ നേരിടാനാണ് എൻ്റെ തീരുമാനം. അതും നന്നായി. ഒപ്പം ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങൾ ഉന്നയിച്ച് എന്നെ അപകീർത്തിപ്പെടുത്തി വാർത്തകൾ പുറത്തുവിടുന്ന യൂട്യൂബ് ചാനൽ, വ്ളോഗേഴ്സ് എന്നിവർക്കെതിരെ നിയമപരമായി നീങ്ങുകയാണ്. 100% അതും വേണം. അയാളെ കാര്യങ്ങൾ വ്യക്തമായി അറിയാതെ ആ ഒരു കാര്യം ചെയ്യുന്നതിനോട് 100% യോജിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് കുറച്ച് മുമ്പ്, അതായത് ഈ വീഡിയോ ഇടുന്നതിനും ഒരു അരമണിക്കൂറിന് മുമ്പ് മാത്രമാണ് എൻ്റെ വീഡിയോ, അതും ഈ അനശ്വരയുടെ ഈ പോസ്റ്റ് കണ്ടിരുന്നെങ്കിൽ ആദ്യം ഞാൻ ഈ പോസ്റ്റും കൂടെ വച്ചിട്ട് വെരിഫൈ ചെയ്തിട്ടായിരിക്കും എൻ്റെ വീഡിയോ ഇടുന്നത്. എനിക്ക് ഒരൊറ്റ വീഡിയോ തീർക്കായിരുന്നു. ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ശേഷം ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു, അനശ്വരയാണെങ്കിലും അഹാനയാണെങ്കിലും അവർ പറയാത്തടത്തോളം കാലം നമുക്കിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. അതുകൊണ്ട് അവർ പറയണം എന്ന് ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഒരു പോസ്റ്റ് വന്നപ്പോൾ തന്നെ അത് എൻ്റെയും കൂടെ ഒരു ബാധ്യതയാണ്. തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കണമെന്നുള്ളത്. നിയമപരമായിട്ട് നീങ്ങണം. നന്നായി. എനിക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള മറ്റുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഇരിക്കെ മുൻകൂട്ടി അറിയിച്ചാൽ എപ്പോഴും ആ സിനിമയുടെ പ്രൊമോഷൻ എത്താൻ ഞാൻ തയ്യാറാണ്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ പുള്ളിക്കാരത്തി, ഞാൻ എൻ്റെ ആ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഈ പുള്ളിക്കാരത്തി ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രൊമോഷനും എത്തുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് എന്താണ് പ്രശ്നം? ഞാനും വിചാരിച്ചു എന്ത് വ്യക്തിപരമായിട്ടുള്ള ഇഷ്യൂസോ പണത്തിൻ്റെ പ്രശ്നമോ എല്ലാം ആയിരിക്കുമെന്ന്. ഈ വർഷം ഇറങ്ങിയ എൻ്റെ 3 സിനിമകളുടെ പ്രൊമോഷനുകളുമായി ഭാഗമായി കഴിഞ്ഞ 3 മാസങ്ങളായി മറ്റ് കമ്മിറ്റ്മെൻ്റ് എല്ലാം മാറ്റിച്ച് പ്രൊമോഷന് പങ്കെടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ഭാഗമാകുന്ന സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രൊമോഷന് പങ്കെടുക്കുന്നത് ആ സിനിമയുമായുള്ള എൻ്റെ കരാറിലുപരി അത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന തികഞ്ഞ ബോധ്യമുള്ള വ്യക്തിയാണ് ഞാൻ. നന്ദി, അനശ്വര രാജൻ. വ്യക്തം, സ്പഷ്ടം സ്റ്റേറ്റ്മെൻറ്റ്, പക്ക. ദീപു കരുണാകരൻ ഏറി. ഒരു പെൺകുട്ടിയുടെ ലൈഫിനെ തകർക്കാനും അവർക്കുണ്ടായ ഫെയിമും അവരുടെ കരിയറിൻ്റെ ഗ്രോത്തും കണ്ടിട്ട് ആ കുട്ടിയെ മാത്രം വീഴ്ത്താനും കാണിച്ച ഈ ഒരു നിങ്ങളുടെ ആ ഒരു നല്ല മനസ്ഥിതി ഉണ്ടല്ലോ, ആ മൂഞ്ചിയ മനസ്ഥിതി, അത് കേരള സമൂഹം കാണാതിരിക്കത്തില്ല. ഇനി അനശ്വര ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓൺലൈൻ മാതൃഭൂമി ചാനലിന് കൊടുത്തിട്ടുള്ള ആ ഒരു 2024 ഓഗസ്റ്റ് 20 കൊടുത്തിട്ടുള്ള ഒരു വീഡിയോയുടെ സംഭവത്തിൻ്റെ ആ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ജനങ്ങൾ ആ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ട്. ഇത് 2024-20 കൊടുത്തിട്ടുണ്ട്. ഇയാളാണ് പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ലെന്ന്. ഇനി 2013 ഓഗസ്റ്റ് 13
സോറി 13 ഓഗസ്റ്റ് 2024 ഓഗസ്റ്റ് 13 അതുപോലെ തന്നെ ഇത് അനശ്വര രാജൻ ഇത് ഷെയർ ചെയ്തിട്ടുള്ളതും ഇവിടെ കാണാം. അവരുടെ പേജിലേക്ക് അത് ഷെയർ ചെയ്തൊരു കാര്യവും ഇവിടെ കാണുന്നുണ്ട് ഒരു ഫോട്ടോ. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ 26 ജൂലൈ 2024 അന്നും ഈ ഒരു സംഭവത്തിൻ്റെ പോസ്റ്റർ അവർ ഷെയർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇത്രയും ചെയ്തൊരു കുട്ടിയെ ഇത്രയും മോശക്കാരിയാക്കാൻ ശ്രമിച്ചിട്ടുള്ള നമ്മുടെ അണ്ണൻ്റെ ആ ഒരു മനോനില പരിശോധിക്കണം. ഓക്കെ, ആ കുട്ടി ഇത് വ്യക്തമായിട്ട് ആൾക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും ആ കൊച്ചിനെ ഇട്ട് കൊല്ല കണ്ട. ഞാൻ നേരത്തെ എടുത്ത സ്ക്രീൻ റെക്കോർഡിനകത്തൊന്നും ഈ സാധനമില്ല. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇത് വന്നു. എന്തായിരുന്നാലും ദീപു അണ്ണൻ എയറിൽ, അനശ്വര രാജൻ എന്തായാലും ഗ്രേറ്റ്. കാര്യം ഇതുപോലെ ഞാൻ പറയുന്നതാണ്. ഇത് അഹാനയുടെ പേരിൽ ഇപ്പോൾ ആരോപണം വന്നിട്ടുണ്ട്. അഹാന അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള അഹാന വന്നിട്ടില്ല. അതിൻ്റെ സത്യാവസ്ഥ, അതിൻ്റെ ഒരു മറുവശം ഇപ്പം പറയുന്നത് ആ പ്രൊഡ്യൂസറും മറ്റുള്ള ടീമും പറയുന്നത് മാത്രം നമുക്കറിയൂ, ഇവരുടെ ഭാഗം നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ അഹാനയാണെങ്കിലും അഹാനയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് ആ വീഡിയോ ഇട്ടതിന് ശേഷം മാത്രം അറിയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അഹാന നാട്ടിലില്ല, മറ്റെവിടെയോ സ്ഥലത്താണ്. അതുപോലെ തന്നെ ആ വീഡിയോയ്ക്കകത്ത് ആ പ്രൊഡ്യൂസർ പറഞ്ഞ 1 വർഷത്തിന് മുമ്പ് വരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു ഇവൻറ്റ് അവർ അറിഞ്ഞിരുന്നോ എന്നുള്ളൊരു കാര്യം അടക്കം ക്വസ്റ്റ്യനാണ്. സോ എന്തായിരുന്നാലും അനശ്വര പൊളിച്ചു. നിങ്ങളെ അഭിപ്രായം നടക്കാൻ ബ്ലോഗ്സിൽ എവിടുത്തെ അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ ബൈ.